വ്യാസനോട് വിചിത്രവീര്യൻ്റെ ഭാര്യമാരായ അംബികയിലും അംബാലികയിലും പുത്രോത്പാദനം നടത്താൻ സത്യവതി പറഞ്ഞപ്പോൾ 1 വർഷം കാത്തിരിക്കാൻ പറഞ്ഞു, വ്രതം എടുത്ത്. പറ്റില്ല, ഉടനെ വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം, ദുർഗന്ധം, വൈരൂപ്യം അതൊക്കെ അവർ സഹിക്കണം, അതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് സത്യവതി ആദ്യം അംബികയെ വിളിച്ചു. അംബികയെ വിളിച്ചിട്ട് വിവരം പറഞ്ഞു, വംശം നശിച്ചു പോവും, അതുകൊണ്ട് സന്താനം ഉണ്ടാവണമെങ്കിൽ ഒരാൾ നിൻ്റെ മുറിയിൽ വരും, അയാളായിട്ട് സഹകരിക്കണം എന്ന് സിനിമയിൽ പറഞ്ഞ മാതിരി സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അംബിക യോഗ്യനായിട്ടൊരാൾ വരുന്ന വിചാരിച്ച് നല്ല സാരി കൊടുത്ത് സെൻറ്റൊക്കെ പൂശി അല്ലെങ്കിൽ എന്താ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല വിളക്കൊക്കെ കൊളുത്തി വെച്ച് ബെഡ്റൂമൊക്കെ ഗംഭീരമായിട്ട് അലങ്കരിച്ചു. അപ്പോൾ അംബികയുടെ മനസ്സിലെന്തായിരുന്നു വെച്ചാൽ, കണ്ണപ്പനുണ്ണി സിനിമയിൽ പഞ്ചവർണ്ണ കിളിവാലൻ തളിർവെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടുരണ്ടും ചൊവ്വന്നല്ലോ കെല്ലനാകും കാമദേവൻ വില്ലെടുത്ത് തൊടുത്തപ്പോൾ മുല്ലമലരമ്പു കൊണ്ടൻ ചുണ്ടു ചുവന്നു. അങ്ങനെ പഞ്ചവർണ്ണ കിളിവാലൻ എന്ന് അവിടെ നസീർ സാർ പറഞ്ഞ മാതിരി ഒരു മഹായോഗ്യൻ വരുന്ന് വിചാരിച്ചിട്ടാണ് അംബിക അവിടെ ഇങ്ങനെ ഇരുന്നത്. ആളെ കണ്ടപ്പോൾ അംബിക ഞെട്ടിപ്പോയി.